നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പ് ചിലപ്പോൾ തേഞ്ഞ് പോയി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഗ്രിപ്പ് പോയിട്ടുണ്ടാവും. ഗ്രിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചെരുപ്പ് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ചാൽ ചിലപ്പോൾ വഴുതി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ആ ചെരുപ്പിടാതെ ഇടാൻ നമ്മൾ മടി കാണിക്കും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആ ചെരുപ്പിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു പപ്പടത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, പപ്പടം എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ സ്റ്റിക്കൊന്ന് ഗ്യാസിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തിട്ട് ശരിക്കും നമ്മൾ കത്തിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കത്തിയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗമല്ല അതിൻ്റെ മറുവശത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ആ കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മൂർച്ചയുള്ള ഭാഗം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ചെരുപ്പ് ചെറുതായിട്ട് അങ്ങ് മുറിഞ്ഞ് വരും. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് അതിൻ്റെ ബാക്ക് വശം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇത്തിരി വീതിയിൽ വരഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരഞ്ഞു കൊടുക്കാം. നമ്മൾ ഏത് ഇതിലാണോ, അപ്പോൾ ഞാൻ ഒരേ രീതിയിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് പിന്നെ തിരിച്ചും അതേപോലെ തന്നെ ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒന്നും ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ചെരുപ്പിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്രിപ്പ് കിട്ടും കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഇത് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ഇടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഗ്രിപ്പില്ലാതെ നമുക്ക് വഴുതി പോകുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെരുപ്പ് പിന്നീട് നമുക്ക് ഒരുപാട് പ്രാവശ്യം ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അത് വളരെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രിപ്പ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാതെ അത് വെറുതെ കളയുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് പിന്നീടും ഒരുപാട് തവണ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.